കൊടുങ്ങല്ലൂരിലെ ഈ വിദ്യാലയമുറ്റത്ത് കവിത പൂക്കളായി വിരിയുകയാണ്. ക്ലാസ് മുറിയിൽ നോട്ട് പുസ്തകത്തിന്റെ അകത്താളുകളിൽ കുട്ടികൾ കുറിച്ചിട്ട വരികൾ പുസ്തകമായി പ്രസിദ്ധീകരിക്കുമ്പോൾ 9 കുട്ടി എഴുത്തുകാരുടെ കൃതികൾ വെളിച്ചം കാണുകയാണ്. കൊടുങ്ങല്ലൂരിലെ പാലിയന്തുരുത്ത് ഗവൺമെന്റ് LP സ്കൂളിലെ 3ാം ക്ലാസ്സിലെ ഭാഷ പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായി കുട്ടികൾ രചിച്ച കവിതകളുടെ സമാഹാരമാണ് ഈ വല്ലിയിൽ നിന്ന് ചെമ്മേ എന്ന പേരിൽ പുസ്തകമായി പ്രസിദ്ധീകരിക്കുന്നത്. ഞങ്ങൾ പലപ്പോഴായി എഴുതിയ കവിതകൾ പുസ്തകമായി എടുക്കാമെന്ന് പൗർണമി ടീച്ചർ പറഞ്ഞു. ഇതിലെനിക്ക് നല്ല സന്തോഷമുണ്ട്. ഞങ്ങളുടെ വലിയൊരാഗ്രഹം പൗർണമി ടീച്ചർ സാധിച്ചു തരികയാണ്. ഇതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് സന്തോഷമുണ്ട്. നിരന്തര പഠന പ്രക്രിയയുടെ ഭാഗമായാണ് ക്ലാസ് അധ്യാപിക പൗർണമി വിനോദിന്റെ നേതൃത്വത്തിൽ കവിതാ സമാഹാരം ഒരുക്കിയത്. വെക്കേഷൻ കാലത്ത് മനസ്സിൽ കരുതിയ ഒരു ആശയമായിരുന്നു ഇങ്ങനെയൊരു കവിതാ സമാഹാരം പുറത്തിറങ്ങണമെന്ന്. അങ്ങനെ ഇവർ കുറച്ച് മാസങ്ങൾ എടുത്തെഴുതിയ കവിതകളൊക്കെ ഞാനിങ്ങനെ പരിശോധിച്ച് വേണ്ട തിരുത്തലുകളൊക്കെ നടത്തി. അപ്പോൾ എനിക്ക് തോന്നി ഈ കവിതകളൊക്കെ വളരെ മനോഹരമായ കവിതകളാണ്, അതൊക്കെ പുറം ലോകം കാണേണ്ടതാണ്. അങ്ങനെ അതിൻ്റെ പണികൾ തുടങ്ങി. ജനുവരിയോടെ ഇതിൻ്റെ പ്രകാശനം പ്രശസ്ത ബാലസാഹിത്യകാരൻ CP പള്ളിപ്പുറം നടത്തും. കുട്ടികളുടെ രചനാശേഖരത്തിൽ നിന്നും കണ്ടെത്തിയ മികവാർന്ന 38 കവിതകളാണ് പുസ്തകത്തിലുള്ളത്. OR ആദിശ്രീ, ആവണി ബിബിൻ, AA ആഷ്മി, KS ആരവ്, PS ശ്രീലയ, PS ദേവപ്രിയ, ഹേമന്ത് രഞ്ജിത്ത്, PS കൃഷ്ണപ്രിയ, വൈജിത് ദേവ് എന്നിവരാണ് വിദ്യാലയത്തിലെ കുട്ടിയെഴുത്തുകാർ. നമ്മുടെ സബ് ജില്ലയിലെ തന്നെ 1ാമത്തെ ഒരു പ്രവർത്തനമാണ് നമ്മുടെ വിദ്യാലയത്തിൽ നിന്ന് ഉയർന്നു വന്ന ഈ പുസ്തകം. പ്രകൃതിയിലെ വസ്തുക്കൾ കുഞ്ഞുങ്ങളുടെ മനസ്സിലുണ്ടാക്കുന്ന വികാര വിചാരങ്ങളെ അവർ വളരെ മനോഹരമായി അവിടെ ആലാപനം ചെയ്ത് ചേർത്തിരിക്കുകയാണ് ചെയ്യുന്നത്. അതിൽ ഒരു സാഹിത്യകാരി എന്ന നിലയിൽ അവരുടെ അധ്യാപികയുടെ കൂടി ഒരു കൈ അതിലൂടെ വന്നപ്പോൾ ആ പുസ്തകം വളരെ മനോഹരമായി എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പുതുവർഷത്തിൽ വിദ്യാലയം തുറന്നെത്തുമ്പോൾ ഈ വല്ലിയിൽ നിന്ന് ചെമ്മേ ബാലസാഹിത്യകാരൻ CP പള്ളിപ്പുറം പ്രകാശനം ചെയ്യും. അക്ക പുൽക്കോ പബ്ലിക്കേഷൻസ് ആണ് പ്രസാധകർ. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ.